ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നായിട്ട് നോക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് ഏതാ? ആ പന്തിൻ്റെ പേര് ഏതാണെന്നാണേ. അതിൻ്റെ പേരാണ് ട്രിയോണ്ട. എന്താണ് ട്രിയോണ്ട? ഒന്നുകൂടി വായിക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്ത് ഏത്? ട്രിയോണ്ട. US, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ ചേർന്നാണ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ചുവപ്പ്, നീല, പച്ച എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തി അഡിഡാസ് പുറത്തിറക്കിയ ട്രിയോണ്ട പന്തിൻ്റെ രൂപകൽപ്പനയിൽ ആതിഥേയ രാജ്യങ്ങളുടെ സാംസ്കാരികവും ദേശീയവുമായ ചിഹ്നങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട്. 2ലധികം രാജ്യങ്ങൾ ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഫിഫ ലോകകപ്പാണിത്. കാനഡയിൽ ലോകകപ്പ് നടക്കുന്നത് ആദ്യമായാണ്. മെക്സിക്കോ 3ാം തവണയാണ് ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതോടെ 3 തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ആദ്യ രാജ്യമാകും മെക്സിക്കോ. 1994 US-ൽ ഇതിനു മുൻപ് ലോകകപ്പ് നടന്നത്. ഓഫ് സൈഡ്, ഹാൻഡ്ബോൾ എന്നിവ സംബന്ധിച്ച കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്ന സെൻസർ ചിപ്പ് ഈ പന്തിലുണ്ട്. മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റാഡിയോ അസ്ടെക്ക സ്റ്റേഡിയത്തിൽ 2026 ജൂൺ 11 ഉദ്ഘാടന മത്സരം. ന്യൂയോർക്ക്, ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് റുദർഫോർഡ് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ 2026 ജൂലൈ 19 ഫൈനൽ നടക്കും. ഇനി ഭാഗ്യചിഹ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. US-ൻ്റെത് ക്ലച്ചാണ്, അതൊരു കഴുകനാണ്. മെക്സിക്കോ സായു പുള്ളിപ്പുലിയാണ്. കാനഡ മാപ്പിൾ ഒരു മാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2025 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം? ഓരോന്നായിട്ട് ഞാൻ വായിക്കാം. മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, മിഷേൽ എച്ച് ഡെവോററ്റ്, ഷിമോൺ സക്കാകുചി. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ 2025 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത്? ആരൊക്കെയുണ്ട്? മേരി ഇ ബ്രങ്കോ ഉണ്ട്, ഫ്രെഡ് റാംസ്ഡെൽ ഉണ്ട്, ഷിമോൺ സക്കാകുചി. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലോ. മനുഷ്യ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നതിൽ നിന്ന് രോഗപ്രതിരോധ സംവിധാനത്തെ തടയുന്ന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് സംബന്ധിച്ച വഴിത്തിരിവായ കണ്ടെത്തലുകൾക്കാണ് മേരി ഇ ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാകുചി എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചത്. രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം എന്തുകൊണ്ടാണ് നമുക്ക് ഗുരുതരമായ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാക്കാത്തത് എന്നിവ ഇതുവഴി മനസ്സിലാക്കാൻ കഴിഞ്ഞു. മേരി ഇ ബ്രങ്കോ സിയാറ്റിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിയിലെ ഗവേഷകയാണ്. ഫ്രെഡ് റാംസ്ഡെൽ സാൻ ഫ്രാൻസിസ്കോയിലെ സൊനോമ ബയോതെറാപ്യൂട്ടിക് സ്ഥാപകനും ഷിമോൺ സക്കാകുചി ജപ്പാനിലെ ഒസാക്ക സർവകലാശാലയിലെ ഗവേഷകനുമാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസ്, ഗാരി റോഫ്കിൻ എന്നിവരാണ് 2024 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായത്. മൈക്രോ RNA കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്തതിനാണ് ഇരുവർക്കും നൊബേൽ ലഭിച്ചത്. അതാണ് 2024. ഓക്കെ, അടുത്ത് നോക്കിയേ. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബന്ധപ്പെട്ട് രാജ്യത്താദ്യമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് രാജ്യത്താദ്യമായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. നോക്കാം റിലേറ്റഡ് ഫാക്ട്സ്. അമീബിക് മസ്തിഷ്ക ജ്വര പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. നെഗറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് സാധാരണയായി ഈ രോഗം ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നത്. 97% അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണനിരക്ക്. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി സമ്പർക്കത്തിൽ വരുന്നവരിലാണ് രോഗം പിടിപെടുന്നത്. ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല.
കേരളത്തിൽ ആദ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയാണ്. ഏതാണ്? 2016 അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം ഏത് സംസ്ഥാനത്താണ്? എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏലത്തൂർ തടാകം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ 3ാമത് ജൈവ വൈവിധ്യ കേന്ദ്രമാണ് ഈറോഡ് ജില്ലയിലെ ഏലത്തൂർ തടാകം. മധുര ജില്ലയിലെ ഹരിട്ടാപ്പട്ടിയും ദിണ്ടിഗൽ ജില്ലയിലെ കംസപ്പട്ടിയുമാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ 2 ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങൾ. 2002 ജൈവ വൈവിധ്യ നിയമത്തിലെ സെക്ഷൻ 37 പ്രകാരമാണ് സംസ്ഥാന സർക്കാരുകൾ ജൈവ പൈതൃക കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കുന്നത്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയുടെയെല്ലാം ജൈവ വൈവിധ്യം സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ മേഖലകളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങൾ, തദ്ദേശീയമായ സസ്യജാലങ്ങൾ, അതുല്യമായ ആവാസ വ്യവസ്ഥകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നു. കൊല്ലം ജില്ലയിലെ ആശ്രമ കണ്ടൽ വനമാണ് കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 നാവികസേനാ ദിനാഘോഷത്തിനു വേദിയാകുന്ന നഗരം ഏതാണ്? വരുന്ന ആൻസർ ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. 2005 നാവികസേനാ ദിനാഘോഷത്തിന് വേദിയാകുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരം. ഡിസംബർ 4 ശംഖുമുഖത്ത് നടക്കുന്ന ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ അതിഥിയാകും. ആദ്യമായാണ് നാവികസേനാ ദിനത്തിന് കേരളം വേദിയാകുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന പേരിൽ കറാച്ചി ഉന്നമിട്ട നാവികസേന വിജയകരമായി നടത്തിയ ദൗത്യത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 4 നാവികസേനാ ദിനം ആചരിക്കുന്നത്. 2024 നാവികസേനാ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദി ഒഡീഷയിലെ പുരി ബ്ലൂ ഫ്ലാഗ് ബീച്ചായിരുന്നു. എന്നാൽ 2023 നാവികസേനാ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദി മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് കോട്ടയായിരുന്നു. 2025 പറഞ്ഞുകൂടെയാണ് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ, 2025 മക്സസെ പുരസ്കാരം ലഭിച്ച എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന പുരസ്കാരം നേടുന്ന എത്രാമത്തെ ഇന്ത്യൻ സംഘടനയാണ്? ഇത് എത്രാമത്തെ? എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന് പറയുന്നത് മക്സസെ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംഘടനയാണ്. നോക്കിയേ, ഫാക്ട്സ് നോക്കാം. മാലിദ്വീപ്സിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകരായ ഷാഹിന അലി, ഫിലിപ്പൈൻസ് സാമൂഹ്യ പ്രവർത്തകൻ ഫ്ലാവിയാനോ വിയനോയവ എന്നിവർക്കൊപ്പമാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് മക്സസെ പുരസ്കാരത്തിന് അർഹമായത്. വിദൂര ഗ്രാമങ്ങളിൽ സ്കൂൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന പെൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. സഫീന ഹുസൈനാണ് രാജസ്ഥാനിൽ പ്രവർത്തനം തുടങ്ങിയ എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന സംഘടനയുടെ സ്ഥാപക. 67ാമത് മക്സസെ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചിരുന്നത്. 67ാമത്. ഓക്കെ, ഏഷ്യൻ നൊബേൽ എന്നാണ് മക്സസെ പുരസ്കാരം അറിയപ്പെടുന്നത്. ഏഷ്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള നിസ്വാർത്ഥ സേവനങ്ങൾ കണക്കിലെടുത്താണ് ഫിലിപ്പൈൻസ് മുൻ പ്രസിഡന്റ് റമൺ മക്സസെയുടെ പേരിൽ 1958 മുതൽ എല്ലാ വർഷവും പുരസ്കാരം നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നല്ല കറണ്ട് അഫയേഴ്സാണ്, ഇനിയുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക്